19-ാം നൂറ്റാണ്ടിൽ അടിമത്തത്തിൻ്റെ കാലഘട്ടം. കറുത്ത വർഗ്ഗക്കാരായിരിക്കുന്ന ആളുകൾക്ക് അമേരിക്കയിൽ ഒരു മെഷീൻ്റെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മനുഷ്യരാണെന്നോ അവർക്കും ജീവിതമുണ്ടെന്നോ ഒന്നും ആരും കണ്ടിരുന്നില്ല. തലമുറകളോളം ഒരു വീട്ടിൽ തന്നെ പണിയെടുത്ത് അവിടെ ജീവിച്ച് അവിടെ മരിച്ച് അവിടെയെല്ലാം തീർന്നിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീട്ടിലേതായിട്ടുള്ള ലേഡി ഒരു കുഞ്ഞിന് ജന്മം നൽകി. 7 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് നിർബന്ധമായിട്ട് അമ്മയിൽ നിന്ന് കരഞ്ഞ് സ്വയം ബോധം കെട്ട് വീണ അമ്മയിൽ നിന്ന് കുഞ്ഞിനെടുത്ത് കൊണ്ടുപോയി അയാൾ പുറത്ത് അവിടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അന്ന് മുതൽ ആ കുഞ്ഞിനെ പരിപാലിക്കാൻ തുടങ്ങിയ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ, മുത്തശ്ശി അല്ലെങ്കിൽ അമ്മമ്മ, ഒരു 6 വയസ്സ് വരെ ആ കുഞ്ഞിനെ അവർ വളർത്തി. 6 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി അവർക്ക് ഭാരമായി മാറി. ഒരു ദിവസം ആരോടും പറയാതെ ഈ കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയിട്ട് തള്ളി അവർ തിരിച്ചു ഓടിപ്പോരുകയാണ്. ആ കാട്ടിൽ വഴിയറിയാതെ ആ കുട്ടി 2 ദിവസം കരഞ്ഞ് നടന്നു. 3-ാമത്തെ ദിവസമായപ്പോൾ അതിലൂടെ കടന്നുപോയ ഒരു വെള്ളക്കാരൻ 6 വയസ്സായിട്ടൊരു കുട്ടിയെ കണ്ടു. അവൻ ആ കുട്ടീനെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി ഒരു കാർപ്പൻ്റർക്ക് വിറ്റു. ആ കാർപ്പൻ്ററുടെ ഭാര്യ പക്ഷേ ഭയങ്കര കരുണാഹൃദയായിട്ടൊരു സ്ത്രീയായിരുന്നു. അവർക്ക് ആ കുഞ്ഞിനോട് കരുണ തോന്നുകയും ആൽഫബറ്റ്സൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അവൻ്റെ പഠിക്കാനുള്ളതായിട്ടുള്ള ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ കുറേയും കൂടെ താല്പര്യത്തോടെ അവനൊരു ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്നൊരു ബുക്ക് വാങ്ങിക്കൊടുത്തു. അപ്പോഴാണ് ഈ കാർപ്പൻ്ററായിട്ടുള്ള വെള്ളക്കാരനെ അറിയുന്നത് അവൻ്റെ ഭാര്യ ആ കുഞ്ഞിനെ പഠിക്കാൻ സഹായിച്ചു എന്ന്. നിർബന്ധമായിട്ടും അവനെ പഠിപ്പിക്കുന്നത് നിർത്താൻ വേണ്ടിക്കൊണ്ട് അയാൾ ഓർഡർ ഇട്ടു. ആ കുട്ടി എന്ത് ചെയ്തു? അവന് കിട്ടുന്ന ആഹാരവും അവന് പണിയെടുത്ത് കിട്ടുന്നതായിരിക്കുന്ന പൈസയും ചേർത്ത് മറ്റുള്ളവർക്ക് അത് രണ്ടും ദാനം കൊടുത്ത് പകരം എന്തെങ്കിലുമൊക്കെ ബുക്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെയൊക്കെ പഠിക്കാൻ കിട്ടുന്ന എല്ലാം അവന് ദാഹമായി, വിശപ്പായി അവൻ പഠിക്കാൻ തുടങ്ങി. കുറച്ചു കാലം ആ രീതിയിൽ അവൻ പണിയെടുത്ത് പഠിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അവന് തോന്നിപ്പോയി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന്. അങ്ങനെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ പള്ളിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, അവൻ്റെ പ്രായക്കാരായിട്ടുള്ള മക്കളെ അവൻ പഠിച്ചതൊക്കെ അവരെ പഠിപ്പിക്കാനായി തുടങ്ങി. ഇതറിഞ്ഞ് ഇംഗ്ലീഷുകാർക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല, വെള്ളക്കാർക്ക്. അവരെന്ത് ചെയ്തു? അവനെ അവിടെ നിന്ന് ഒരു സ്ട്രിക്റ്റ് ആയിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടാക്കി. ആ ഗുരുവിന് ഇവനെ പഠിപ്പിക്കാനായിരുന്നില്ല, എങ്ങനെയെങ്കിലും തല്ലിക്കൊല്ലാനായിരുന്നു താല്പര്യം. രാവിലെ മുതൽ രാത്രി വരെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുകൊണ്ട് അവനെ അടിച്ചടിച്ച് അവശനാക്കുമായിരുന്നു. അവസാനം രക്ഷയില്ലാതെ അവൻ അവിടെ നിന്ന് ഒളിച്ചോടി. കയ്യിലുള്ള കുറച്ച് പൈസ ഉപയോഗിച്ചുകൊണ്ട് കപ്പൽ കയറി വാഷിങ്ടണിൽ വന്നു. വാഷിങ്ടണിൽ ആ സമയത്ത് അടിമത്വത്തിൻ്റെ വിപ്ലവം നടക്കുന്ന സമയമാണ്. അവൻ ആ അടിമത്വത്തിൻ്റെ വിപ്ലവത്തിൽ പങ്കുചേർന്നു. വളരെ നന്നായിട്ട് വായിക്കാനും പഠിക്കാനും അവൻ്റെ അറിവും വെച്ച് ആ കൂട്ടത്തിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് അവൻ വളർന്നു. അധികം വൈകാതെ അവൻ്റെ എഡ്യൂക്കേഷനും അവൻ്റെ പഠനവും അവൻ്റെ താല്പര്യവും അവൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ലീഡറിൽ ഒരാളായി മാറി. അവസാനം അബ്രഹാം ലിങ്കൻ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡൻ്റായി മാറിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് എന്ന പദവിയിലേക്ക്, അഡ്വൈസർ സ്റ്റാറ്റസിലേക്ക് ആ ഒരു പയ്യൻ ഉണർന്നു. അവൻ്റെ പേരാണ് ഫ്രെഡറിക് ഡോഗ്ലക്ക് എന്ന്. ആദ്യത്തെ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരിലെ വൈറ്റ് ഹൗസിലെ ആദ്യത്തെ മന്ത്രി, വൈസ് പ്രസിഡൻ്റ് ആവാൻ വേണ്ടിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ അടിമത്വത്തെ അവസാനിപ്പിക്കാനും കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ടിങ്ങിനുള്ളതായിരിക്കുന്ന അധികാരം നേടിയെടുക്കാനും വേണ്ടി യുദ്ധം ചെയ്യുകയും അത് നേടിയെടുക്കുകയും വിജയിക്കുകയും ചെയ്തതായിരിക്കുന്ന കറുത്ത വർഗ്ഗക്കാരൻ. ഓൺലി വൺ തിങ്, എഡ്യൂക്കേഷൻ. കോളേജ് എഡ്യൂക്കേഷനല്ല, സ്കൂൾ എഡ്യൂക്കേഷനല്ല, സെൽഫ് എഡ്യൂക്കേഷൻ. ഒരാൾ സ്വയം അവനവനെ പഠിപ്പിക്കാൻ വേണ്ടി, അവനവൻ പഠിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെല്ലാം നേടാൻ സാധിക്കുന്നത്. നോർമൽ എഡ്യൂക്കേഷൻ കൊണ്ട്, ഡിഗ്രികൾ കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഡോക്ടറാവാം, എൻജിനീയർ ആവാം, വക്കീലാവാം. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ആ എഡ്യൂക്കേഷൻ കൊണ്ട് നോർമലായിരിക്കുന്ന ഒരു പൈസ ഉണ്ടാക്കാനും ജീവിക്കാനും പറ്റിയിരിക്കും. ജീവിതത്തിൽ യഥാർത്ഥമായ ലിവിങ്, ലൈഫിലെ ഐക്കൺസ് ആയിട്ട് മാറണമെങ്കിൽ, ലോകത്തെല്ലാവരുടെയും കണ്ണുകൾ കൊണ്ട് കാണുന്ന വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് എഡ്യൂക്കേഷൻ അത് അനിവാര്യമാണ്. അതിനാവശ്യമായിരിക്കുന്ന 5 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ 1-ാമത്തെ കാര്യം, ആദ്യം നമ്മൾ ഇന്നത്തെ ലോകത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് എന്ത് നമുക്ക് വേണ്ടോ, എന്ത് നമുക്ക് വേണോ അതിനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ളതായിരിക്കുന്ന മനഃശക്തി നേടിയെടുത്തേ പറ്റൂ. ഒരു ഫിൽറ്ററായേ പറ്റൂ.
എന്തൊക്കെ വരുന്നു അതൊക്കെ കണ്ടു, അതൊക്കെ കേട്ടു, അതൊക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം വ്യർത്ഥതയിൽ പോവുകയുള്ളൂ. ഓൾമോസ്റ്റ് ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മുതൽ 2.5 മണിക്കൂർ വരെ മൊബൈൽ സമയം ചെലവഴിക്കുന്നവരാണ് 90% ജനങ്ങൾ. പക്ഷേ ആ 2.5 മണിക്കൂർ സമയത്തിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ്ഫുൾ ആയിക്കൊണ്ട് എനിക്ക് എന്ത് വേണമെന്ന് നിശ്ചയിച്ച് അതിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അതേ മീഡിയ നമുക്ക് വരദാനമാക്കി മാറ്റാം. അതുകൊണ്ട് എൻ്റെ സമയത്തെ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. അരിച്ചെടുത്ത സാധനങ്ങൾ മാത്രം നിങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ പറയുകയാണ്, യൂട്യൂബ് ആവട്ടെ മറ്റേതൊരു സോഷ്യൽ മീഡിയ ആവട്ടെ, ഏത് ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതിന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ പോസിറ്റീവായിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ വീണ്ടും വീണ്ടും കാണാനും കേൾക്കാനും തയ്യാറാണെങ്കിൽ ആ ടൈപ്പ് പ്രോഗ്രാംസ് അഗെയിൻ ആൻഡ് അഗെയിൻ വന്നുകൊണ്ടേയിരിക്കും. അതിൽ എക്സ്പേർട്ട് ആവാൻ വരെ അത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് സെലക്ഷൻ അനിവാര്യമാണ്. ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് എന്ത് എനിക്ക് വേണം എന്ന കാര്യം നിങ്ങൾ നിശ്ചയിച്ചേ പറ്റൂ. രണ്ടാമത്തെ സെൽഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എവിടെ അവസാനിക്കുന്നു അവിടെ നിന്നാണ് സെൽഫ് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഡിഗ്രി നേടുക എന്നുള്ളതാണ് നമ്മുടെ വലിയ കാര്യം. അതിനുശേഷമാണ് ജീവിതം എന്ന പാഠത്തിൽ, ജീവിതം എന്ന പഠനയാത്രയെ നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് പറയാറുണ്ട്, പഠനം എന്നുള്ളത് എല്ലാ കാലത്തുള്ളതാണ്. ലൈഫിൻ്റെ ഒരു ഡെഫിനിഷൻ പറയും ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്നാണ്. ശരിയെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ജീവിത അനുഭവങ്ങളുടെ ആധാരത്തിൽ തെറ്റെന്ന് മനസ്സിലാക്കി മറക്കേണ്ടതായിട്ട് വരും. പലതും പഠിച്ചു മറന്നുപോയ കാര്യങ്ങളെ ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് വീണ്ടും നമുക്ക് പൊടി തട്ടി എടുക്കേണ്ടതായിട്ട് വരും. അന്തിമ നിമിഷം വരെ പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്. സ്കൂൾ എഡ്യൂക്കേഷൻ കൊണ്ടോ കോളേജ് എഡ്യൂക്കേഷൻ കൊണ്ടോ മാത്രം എഡ്യൂക്കേഷൻ എന്നൊരു കാര്യം പൂർത്തിയാവാറില്ല. എലോൺ മസ്കിനെ നോക്കിയോളൂ. അദ്ദേഹം റോക്കറ്റായിട്ടോ സ്പേസ് ആയിട്ടോ യാതൊരു ബന്ധമില്ലാതിരുന്ന ആൾ അതിനുവേണ്ടി ബുക്കുകൾ സ്വന്തമാക്കി അതിനെന്തെല്ലാം മേഖലകൾ പഠിക്കാനാവോ അതെല്ലാം പഠിച്ചു. ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി, അവരൊപ്പം സംസാരിച്ചു, ആ കാര്യത്തെക്കുറിച്ച് അറിവ് ഡെവലപ്പാക്കി. ഇന്ന് സ്പേസ് എക്സ് ലോകത്തിൽ എത്ര നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടൊരു ഓർഗനൈസേഷനായി. എഡ്യൂക്കേഷൻ തുടങ്ങിയത് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഈ കോളേജ് എഡ്യൂക്കേഷൻ കിട്ടിയില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കിട്ടിയില്ല എന്നുള്ളതോ ഒരാളുടെയും പരാജയത്തിൻ്റെ കാരണമേ അല്ല. സെൽഫ് എഡ്യൂക്കേഷൻ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ 0യിൽ നിന്ന് ഹീറോ ആവാൻ ഏതൊരാൾക്കും സാധിക്കും. പഠിക്കാനുള്ള മനസ്സും അതിനുള്ളതായിരിക്കുന്ന സ്വാധ്യായനം. ഞാൻ പറയാറുണ്ട്, പുരാണങ്ങൾ വായിക്കുമ്പോൾ രാമായണ സ്വാധ്യായനം, രാമായണം സ്വയം അധ്യയനം ചെയ്യണം, വായിച്ചാൽ പോരാ. ജീവിതത്തിൽ എന്തൊരു കാര്യവും വായിക്കാനുള്ള ഒരു തലമല്ല, അറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, അപ്ലൈ ചെയ്യാൻ തയ്യാറാവണം. അതിൻ്റെ പേരാണ് സെൽഫ് എഡ്യൂക്കേഷൻ. അതിനുവേണ്ടി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ തിരഞ്ഞെടുത്തേ പറ്റൂ. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ആവശ്യമാണ്. ചിലർ പാട്ട് കാണുന്നു, ചിലർ സിനിമ കാണുന്നു, ചിലർ വായിക്കുന്നു, യുവർ ചോയ്സ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാമെങ്കിൽ 365 ദിവസത്തെ നിങ്ങളുടെ പഠനം ഒരു വർഷത്തിൽ 50-51 ദിവസമെങ്കിലും പഠിച്ച ആളായി മാറും. ഒരു വർഷത്തിൽ 51 ദിവസം നിങ്ങൾ പഠിക്കാമെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. 5 വർഷം കൊണ്ട് നാഷണലി അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. 7 വർഷം കൊണ്ട് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഒറ്റ കണ്ടീഷൻ, ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ചില ആസ്വാദനത്തിൻ്റെ സമയത്തിന്, എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയത്തിന് മാറ്റിവെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ്, പഠിക്കുന്ന സമയത്ത് തുറന്ന മനസ്സോടുകൂടെ പഠിക്കൂ. ആരിൽ നിന്ന് പഠിക്കണം? ജയിച്ചവരിൽ നിന്ന് പഠിക്കൂ എന്ന് എല്ലാവരും പറയും. ഞാൻ പറയും, ജയിച്ചവരിൽ നിന്നും പഠിക്കണം, തോറ്റവരിൽ നിന്നും പഠിക്കണം, ആരിൽ നിന്നും പഠിക്കണം. ഈവൻ ഒരു 8 കാലി വല കെട്ടുന്നത് പോലും നമ്മൾ കഥയിൽ കേട്ടിട്ടുണ്ട്. ഒരു രാജാവ് തോറ്റ് തൻ്റെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഒരു 8 കാലി വല കെട്ടിക്കൊണ്ടിരിക്കുക. 4 പ്രാവശ്യം യുദ്ധത്തിൽ തോറ്റതിൻ്റെ സങ്കടം കൊണ്ടിരിക്കുന്ന അദ്ദേഹം 8 കാലി 21 തവണ ആ വല കെട്ടാൻ ശ്രമിക്കുന്നതും വീഴുന്നതും കണ്ട് അവസാനം ആ 8 കാലി 22ാമത്തെ തവണ ജയിച്ച് അതിൻ്റെ വല കെട്ടി പൂർത്തിയാക്കിയപ്പോൾ പൂർവാധികം ശക്തിശാലിയായി പുറത്തേക്ക് വന്നു എന്ന്. ലൈഫിൽ തോൽവികളിൽ നിന്ന് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആക്കുന്നവരാണ് ഏറ്റവും വലിയ ശക്തിശാലികളാകുന്നത്. അതുകൊണ്ട് തോറ്റവരുടെ പാഠങ്ങളും നമ്മൾ അറിയണം. എന്തുകൊണ്ട് തോറ്റു, തോൽക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാം, അതും മനസ്സിലാക്കാൻ അതും നമുക്ക് പഠിക്കാം. അവരിൽ നിന്നും ഇനി ലോകത്ത് ജയിച്ച് അറിയപ്പെട്ടവരെ മാത്രം നമ്മൾ വിചാരിക്കരുത്. ലൈഫിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവരെത്താൻ പറ്റാത്തത്ര അവസ്ഥയിലായി പോയെങ്കിലും അവരുടെ ഉള്ളിൽ നിന്നും ഒരുപാട് നല്ല ഗുണങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനും കിട്ടും. അതുകൊണ്ട് ഒന്നും തന്നെ ഇന്നതേ പഠിക്കാവൂ എന്നതില്ല. എല്ലാവരിൽ നിന്നും പാഠം പഠിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഗീതയിൽ പറയുന്നതായിട്ട് ഞാൻ ഓർക്കും, പുഴുവിൽ നിന്ന് പോലും ഞാൻ എൻ്റെ ഗുരുവായി
സ്വീകരിക്കുന്നു, കാറ്റിനെ ഞാൻ എൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നു. ഒരു പുഴു പോലും അതിൻ്റെ ദൗത്യം ഈ പ്രകൃതിയിൽ ഒരു ജീവിദേഹം വിട്ട ശേഷം അതിനെ പൊടിക്കാൻ വേണ്ടി പ്രകൃതിയെ സഹായിക്കുന്നുണ്ട്. ഒരു ശലഭം അതെങ്ങനെയാണോ പൂപ്പയായിട്ടുള്ളിലിരുന്ന ശേഷം അതിൻ്റെ തപസ് പൂർത്തിയാക്കി സുന്ദര ശലഭമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്, ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് തപസ്സിൻ്റെ സമയമാക്കി ഉപയോഗിച്ചാൽ ബട്ടർഫ്ലൈ പോലെ നിങ്ങൾക്ക് വർണ്ണശബളമായിരിക്കുന്ന ഒരു പറക്കൽ സാധ്യമാകും. എങ്ങനെയാണോ ഒരു മീനിനെ പോലെ ചെയ്യേണ്ട കർത്തവ്യത്തിൽ, പഠിക്കേണ്ട സമയത്ത്, സ്വന്തമാക്കേണ്ട സമയത്ത്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ സമയത്ത് മീനിനെ പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് എറിയുകയും ശ്വസിക്കാൻ പുറത്തു വരും പോലെ മാത്രം നിങ്ങൾ ലോകത്ത് വന്ന് ബാക്കി സമയം ത്രോ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. തുറന്ന മനസ്സോടെ പഠിക്കാനുള്ള ഒരു താല്പര്യം വേണം. പഠിക്കുന്ന സമയത്ത് ചോയ്സ് ഒഴിവാക്കിയേ പറ്റൂ. ഇന്നതേ പഠിക്കാവൂ, ഇന്നത് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അറിവ് എപ്പോഴും നിങ്ങളെ സഹായിക്കുകയുള്ളൂ. എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മുടെ സ്പെസിഫൈഡ് ആയിരിക്കുന്ന ഫീൽഡ്. ഫോർ മീ സ്പിരിച്വാലിറ്റി, എന്നെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി എൻ്റെ ലൈഫാണ്. ബാബ് സബ്മാനാവുക, ഈശ്വരനെ പോലെയാവുക, ഈശ്വരൻ്റെ സമീപത്തിലെത്തിച്ചേരുക, എൻ്റെ ലൈഫിൻ്റെ ഡ്രീം അതാണ്. എൻ്റെ കർമ്മത്തിൻ്റെ എല്ലാം പരമോന്നതമായിരിക്കുന്ന എൻ്റെ ആനന്ദം അതിലാണ്. അറ്റ് ദ സെയിം ടൈം എന്തെല്ലാം കർമ്മങ്ങൾ പഠിക്കാനാവോ, എൻ്റെ പഠനം കൊണ്ട് ഈ ലോകത്ത് ഏതെല്ലാം ആളുകളെ സഹായിക്കാനാവോ അതിനൊക്കെ വേണ്ടി ഞാൻ പരിശ്രമിക്കാറുണ്ട്. കുറച്ച് ആസ്ട്രോളജി പഠിക്കാറുണ്ട്, ന്യൂമറോളജി പഠിക്കാറുണ്ട്, റെമഡി ടെക്നിക്സ് ഞാൻ പഠിക്കാറുണ്ട്, ലാൽ കിതാബിനെ കുറിച്ച് പഠിക്കാറുണ്ട്. എന്തെല്ലാം വാസ്തുവിദ്യകൾ, താന്ത്രിക വിദ്യകൾ പഠിക്കാൻ എവിടെ നിന്നെല്ലാം കിട്ടാമോ. വെറൈറ്റി ഓഫ് സ്റ്റഡി നമ്മുടെ പേഴ്സണാലിറ്റീനെ വൈബ്രൻ്റ് ആക്കി മാറ്റും. ഓൾവേസ് നമ്മുടെ ബ്രെയിനെ ആക്റ്റീവ് ആക്കി നിർത്തും. നമുക്ക് മൂഡ് ഓഫ് ആവുന്ന സമയം ഇത്തരം പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം മാറ്റിമറിക്കുന്ന ഉത്സാഹമാകും. അതുകൊണ്ട് ചോയ്സിൽ നിന്ന് പുറത്തു കടന്ന്, ആ കംഫർട്ടിൽ നിന്ന് പുറത്തു കടന്ന് അറിവിൻ്റെ ലോകത്ത് ഒന്നുകൂടെ യാത്ര ചെയ്ത് എൻ്റെ അനുഭവം ഏതെല്ലാം മേഖലകളിൽ പഠിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ എൻ്റെ സ്പിരിച്വൽ ജേണിയെ മോർ ആൻഡ് മോർ പവർഫുൾ ആക്കിക്കൊണ്ട് ആ മേഖലയിൽ എല്ലാത്തിനും ഉപരിയായിരിക്കുന്ന ആനന്ദം അനുഭവിക്കാൻ ശക്തമാക്കി മാറ്റാറേ ഉള്ളൂ. അതുകൊണ്ട് ഈ 5 കാര്യങ്ങളെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഏജ് ബാധിക്കാതെ ഓൾവേസ് അലർട്ട് ആവാനും ഓൾവേസ് ആക്റ്റീവ് ആവാനും എനി സിറ്റുവേഷൻസിൽ അതിനേക്കാൾ മേലെ ചാടാനുള്ള ഊർജം തരുന്നതാക്കി മാറ്റും. അങ്ങനെ നിങ്ങളും ലോകത്തിൽ നമ്പർ 1 ആയിത്തീരുന്ന ലെവലിലേക്ക് ഉയരാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.